ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിന്ന് വീടിൻ്റെ അടുത്തേക്കൊക്കെ പോകും. അവിടെയാണ് അച്ഛൻ്റെ ഏട്ടനും മാമന്മാരൊക്കെ ഉള്ളത്. അതുകൂടാതെ ഇന്ന് നമ്മുടെ റെസിഡൻസിൻ്റെ ഭാഗമായിട്ട് ഒരു ചിത്രരചന മത്സരം നടക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിറങ്ങളാണെൻ്റെ ലഹരി എന്നുള്ള ടോപ്പിക്ക് വെച്ചിട്ട് ചിത്രരചന മത്സരം കേട്ടോ. റെസിഡൻസിൻ്റെ അകത്തുള്ള കുട്ടികൾ മാത്രമല്ല, പുറത്തുനിന്നും കുട്ടികളുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴത്തേക്ക് അമ്മ സ്ഥലം വിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോകണം. ഇതാണ് ചെറിയ മാമൻ്റെ വീട്. ചെറിയ മാമൻ്റെ വീട്ടിൽ നമ്മൾ ചെറുതിലേ ഇവിടെ തന്നെയാട്ടോ ഉണ്ടായിരുന്നത്. ഇവിടെ 2 ചേച്ചിമാരാണ്. ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മായിൻ്റെ മെയിനായിട്ടുള്ള കൂട്ട് നമ്മൾ 2 പേരുമായിരുന്നു. ഒരു വയസ്സ് വരെ ഞാനും, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനിയത്തിയായി. അമ്മ എന്താ പറയുക, അമ്മായിയോടാണ് എല്ലാ കാര്യങ്ങളും പറയുക. അവളുടെ എന്താ പറയുക, അമ്മായി എന്തെങ്കിലും ഒരു കാര്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവളോട് പറയുമ്പോൾ ചത്താൽ അവൾ വേറെ ആരോടും പറയില്ല. അത്രയ്ക്കും ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ അവർ. അത് കഴിഞ്ഞ് അവിടെ ഫുള്ള് ചെടികളാണ്. മാമൻ ചെടീൻ്റെ വലിയൊരു ഫാനാണ്. എന്നിട്ട് മാമൻ തന്നെ ചട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുള്ള് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിൽ ഒന്ന് പോകണം. കുറച്ച് നേരം ഇവിടെ നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർക്ക് മതി. അപ്പോൾ പിന്നെ ഞാൻ അവരെയും കൊണ്ടിട്ട് നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് പോയപ്പം അവിടെ അമ്മ ഭയങ്കര തിരക്കിലാണ്. ഇത് നമ്മൾ പഠിച്ച സ്കൂളാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഞാൻ പഠിച്ച സ്കൂളും നഴ്സറിയൊക്കെ ഉള്ളത്. ഞാൻ 4 വരെ എവിടെയാണ് പഠിച്ചത്. പക്ഷേ സ്കൂളിലെത്തിയപ്പം നമ്മൾ എന്താ പറയുക, സ്കൂളിൻ്റെ പുരോഗമനം വന്നപ്പോൾ നമ്മളുടെ ക്ലാസ് ഇതൊക്കെ പോയപ്പോൾ എന്തോ പോലെ അവിടെ നിൽക്കുകയാണ്. സ്കൂളിൻ്റെ വളർച്ചയിൽ ഭയങ്കര സന്തോഷമുണ്ടെങ്കിലും നമ്മൾ പഠിച്ച ക്ലാസ്സും നമ്മൾ കളിച്ച സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ തോന്നി. എന്തൊക്കെയോ ഏതോ ഒരു സ്കൂളിലെത്തിയ പോലെ തോന്നി എനിക്ക്. ഞാൻ ഇവിടെയൊക്കെ എന്താണ് മാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ടാട്ടോ വരുന്നത്. പ്ലേ ഗ്രൗണ്ടൊക്കെ ആയി കുട്ടിക്ക് കളിക്കാൻ. നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഇവിടെയായിരുന്നു നമ്മുടെ കഞ്ഞിപ്പുര ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ പഠിച്ച അംഗനവാടി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ LKG UKG ഒക്കെയാണ് ഈ ബിൽഡിങ്. അതിൽ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് പോയി നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 മണിയാകുമ്പോഴത്തേക്ക് ഡ്രോയിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫറൂഖ് SC ആയിരുന്നു കേട്ടോ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടുത്തെ ജീവാനന്ദ സാറായിരുന്നു ജഡ്ജായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 കാറ്റഗറി ആയിട്ടായിരുന്നു കേട്ടോ ഡ്രോയിങ് മത്സരം ഉണ്ടായിരുന്നത്. ഒന്ന് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, പിന്നെ 16 വയസ്സ് വരെ, പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ളത്. ടോട്ടലായിട്ടൊരു 60 എത്ര കുട്ടികളുണ്ടായിരുന്നു മത്സരിക്കാൻ. അപ്പം മത്സരിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഉണ്ണിയപ്പവും ചായ ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മായിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നത്. അമ്മായി അവിടെ ചായയും ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അതും കഴിച്ച് അവിടുന്ന് ഇനി നേരെ വീട്ടിൽ പോവാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെയുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് ഇവരെ ഇതിലുള്ള. അവർക്കും പ്രൈസ് കൊടുക്കേണ്ടിരുന്നു. അതിൽ അമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കൊടുക്കുന്നതും കണ്ടിട്ട് അതേ അമ്മയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.